ഗൈസ് ഇതാണ് നമ്മളെ വിഷു ആഘോഷം. ആദ്യത്തെ വിഷുവിൻ്റെ ആഘോഷത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നതെല്ലാം. നമ്മളെ പടക്കം പൊട്ടിക്കലല്ല, ഇത് അടുക്കളയിലുള്ളതാണ് പൊട്ടുന്നത്. നമ്മളെ മെയിൻ പാത്രം കഴുകൽ കാര്യമാണ് ഈ നിൽക്കുന്നത്. ഈ വീട്ടിലെ എല്ലാ പാത്രങ്ങളും വിഷു വന്നു കഴിഞ്ഞാൽ മൊത്തം വൃത്തിയാക്കി കഴുകി വെക്കുന്നതാണ്. അപ്പോൾ ഇതന്നെ അല്ലേ നമുക്ക് എന്ത് വന്നു കഴിഞ്ഞാൽ ഇതന്നെ പരിപാടി, പാത്രം കഴുകൽ. വേറെ എന്നാ പണിയെടുക്കൽ തന്നെ നമ്മളെ വിഷു ആഘോഷം. എന്നാലും സാരമില്ല, ഫാമിലിയെല്ലാം ആയിട്ട് വളരെ സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രം കഴുകുന്നതിനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ. ഷംന, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എത്ര മണിക്ക് കഴിയും ഏകദേശം? എത്ര മണിക്ക് ഏകദേശം കഴിയുമെന്നാണ്? അടിപൊളി, ഒരുപാട് പാത്രം ഉണ്ടാവും. ഇതാണ് അടുക്കളയിലെ ടേബിളിൻ്റെ അവസ്ഥ. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീനായി വരണമെങ്കിൽ ഇവിടെയും കുറേ സമയം വേണം. അപ്പോൾ നമ്മൾ എല്ലാവരും കഴിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂറേക്ക് നമുക്ക് എന്തായാലും ഇവിടെ കാര്യമായ പണി തന്നെ ഉണ്ടാവും. എനിക്ക് ഏറ്റവും കണ്ടുകൂടാത്ത എല്ലാ വീട്ടമ്മമാർക്കും, എനിക്കെന്നല്ല എല്ലാ വീട്ടമ്മമാർക്കും ഏറ്റവും കണ്ടുകൂടാത്ത ഒരു ജോലി ഉണ്ടെങ്കിൽ അത് നമ്മുടെ പാത്രം കഴുകൽ തന്നെയായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലേ സത്യം? നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമല്ലേ ഈ പാത്രം കഴുകൽ. അതുപോലെ തന്നെ ഈ ക്ലീനിങ്, എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഒരു വൃത്തിയും ഉണ്ടാവുകയില്ല എന്നാ പറയേണ്ടത്. അപ്പം നമ്മുടെ ഒന്നാമത്തെ വിഷു ആഘോഷിച്ചു. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ, വൃത്തിയാക്കിയിട്ട് വരാം. ഓക്കെ, ബൈ.